ക്ലോസ് റൗണ്ട്. ശക്തന്റെ മണ്ണ് പുലികൾ കീഴടക്കാൻ പോവുകയാണ്. ഒരു കുട്ടിപ്പുലിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ശ്യാം നമുക്കിപ്പം തുടരുന്നുണ്ട്. ശ്യാം, അവര് പുറപ്പെട്ടോ? ആര്യ, വിയ്യൂരിലെ പുലികൾ ഇതുവരെയായിട്ടും പുറപ്പെട്ടിട്ടില്ല. പുലിമടയിൽ നിന്ന് പുറത്തേക്ക്, അതായത് മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുലികളെല്ലാം തന്നെ കൂട്ടമായിട്ട് ഇറങ്ങി അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുകയാണ്. ഇവിടെ അവർ വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിൽ എനിക്ക് കണ്ടതിൽ ഏറ്റവും പ്രത്യേകത തോന്നിയത് ഇവിടുത്തെ പുലികൾക്ക് അവരുടെ കാൽപാദവും അതോടൊപ്പം തന്നെ അവരുടെ വാലുമാണ്. ആ കാൽപാദവും വാലും ഇക്കുറി ആദ്യ സസ്പെൻസായിട്ട് അവരിങ്ങനെ പൊളിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഗംഭീര വാലൊക്കെ ആയിട്ടാണ് അവരങ്ങനെ പോകുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ പുതിയ സംഭവമാണ് കാൽപാദമൊക്കെ കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ ഇവിടെ പരീക്ഷിച്ചതാ. അത് വിയൂർദാസ് തന്നെയാണ് കാൽപാദമൊക്കെ പരീക്ഷിച്ചത് തന്നെ. അതേമാതിരി ഗ്ലൗസ് ഇതൊക്കെ വിയൂർദാസ് തന്നെ കൊണ്ടുവന്നത്. സസ്പെൻസ് എന്താ ഇപ്രാവശ്യം? അതൊന്നും പുലികൾക്കും വാലും ഉണ്ട്, അതും ഉണ്ട്. സസ്പെൻസ് എന്താ നമ്മുടെ സസ്പെൻസ് എന്താ? സസ്പെൻസ് ഞങ്ങളത് ഗ്രൗണ്ടിലാ, ഞങ്ങൾ ഫീൽഡിലെ പ്രകടിപ്പിക്കുള്ളൂ. സസ്പെൻസ് ഉണ്ട്, ഫീൽഡിലെ പ്രകടിപ്പിക്കുന്നുണ്ട്. സസ്പെൻസ് ഉണ്ട്, അത് ഒളിച്ചേക്ക. അത് കാത്തിരുന്നോളാണ് കാണാം. നോക്കി കണ്ട് എന്നിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മളെ ഇക്കുറി എന്ത് സസ്പെൻസാ ഒളിപ്പിച്ചത്? ഏത് മൂഡ്? സസ്പെൻസ് മൂഡ്. തൃശ്ശൂർ ടൗണിലെ കാണാ മൂഡ്. ഗംഭീരം. കണ്ടില്ലേ, കാൽപാദവും വാലും ഒക്കെ. അപ്പൊ തൊട്ടപ്പുറത്ത് വേറെ ചില ആളുകളൊക്കെ അവര് കപ്പടിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ വെറും പലതും പറഞ്ഞോട്ടെ. ഞങ്ങള് പൊരിക്കും. ഞങ്ങള് ഏത് മൂഡ്? തൃശ്ശൂര് മൂഡ്, കപ്പ് മൂഡ്. അത് പറയ്, ഞങ്ങള് പൊരിക്കും. പൊരിച്ചിട്ട് റൗണ്ടിൽ കാണാം. നമുക്ക് വരില്ലേ റൗണ്ടിലേക്ക്? അപ്പൊ ഓക്കെ, തുടർന്ന് കണ്ടോളോ കപ്പടിക്കണത് ഞങ്ങളുടെ കളികളും. ഓക്കെ, സ്റ്റെപ്പ് അങ്ങനെ ഇട്ടോ. ഇതിപ്പോ വെക്കണ്ടോ? പാട്രാക്കൽ ചിക്കമന്റെ ഷാപ്പാണ്. പാട്രാക്കൽ തറവാട് അടിപൊളിയാണ്. കൊല്ലങ്ങളായിട്ട് നമ്മളാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. എന്താണ് കൂടി ഗംഭീര പരിപാടി. മതി ഗംഭീരം. അങ്ങനെ വളരെ വലിയ ആത്മവിശ്വാസം കൂടിയാണ് മണിപ്പുലി അങ്ങ് പോയി. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പുലിക്കളി കാണാൻ അതിന്റെ ഒപ്പം ഇങ്ങനെ ആവേശത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ആവേശമൊക്കെ എവിടെ വരെ? ഞങ്ങള് കൊല്ലങ്ങൾ കുറേ ഈ പുലിക്കളിയുടെ കൂടെ. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. നമ്മള് പണ്ട് വിയൂരിന് ആദ്യമായിട്ട് സെക്കൻഡ് വാങ്ങി കൊടുത്ത ടീമാണ് ഇവിടെ. എന്തായാലും ഇവിടെ ആ ചെണ്ടയിൽ ആ താളം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോ പുലികളും പയ്യെ ഈ പുലിമടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മണിയും കെട്ടി കുമ്പയും കുലുക്കി ഈ താളത്തിനൊപ്പം അങ്ങനെ തുള്ളിപ്പോണ കാഴ്ച നമുക്ക് കാണാം. അതിമനോഹരമായ കാഴ്ച. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓണത്തിന് എങ്ങനെയാണോ നമ്മൾ വള്ളംകളി കാണുന്നതും അതുപോലെ തൃശ്ശൂരുകാർ ഏറ്റവും ഭംഗിയോടുകൂടി കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പുലിക്കളി. വർണ്ണാഭമായ പുലികൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. ഓരോരോ പുലികൾ ഇങ്ങോട്ടേക്ക് ആ താളത്തിനൊപ്പം ചുവട് വെച്ച് വരുന്നു. ആദ്യ നാളികേരം മുടക്കാൻ പോവുകയാണ് വിയ്യൂര്. തങ്ങളുടെ നാളികേരം മുടച്ച് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആ കാഴ്ചയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ കപ്പ് ഞങ്ങൾ കൊണ്ടുപോയെങ്കിൽ ഇക്കുറിയും ഞങ്ങൾ തന്നെ കപ്പടിക്കും. അതിന് തുടക്കം കുറിക്കുകയാണ്. അമ്പലത്തിന് തൊട്ട് മുന്നിൽ നാളികേരം മുടക്കാനുള്ള ആ ഒരു ഇതിലേക്ക് അവർ കടക്കുകയാണ്. അങ്ങനെ ഓരോ നാളികേരം ഉടച്ചുകൊണ്ട് 51 പുലികൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് ആ കൊട്ടും ആ താളവും ഒക്കെ ഒന്നുകൂടി ഒന്ന് കേൾക്കാം.
പുലികളും ഓരോ നാളികേരം ഉടച്ചുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിലേക്ക് ചുവട് വെച്ച് താളം പിടിച്ച് വരുന്ന കാഴ്ച അത്ര മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ പല നിറത്തിലുള്ള പുലികൾ വ്യത്യസ്തമായ ചുവടുകൾ വെച്ചുകൊണ്ട് ആ താളത്തിനൊപ്പം ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച എന്ത് രസമാണ് കാണാൻ. അതാണ് വിയ്യൂർ ദേശവും പുറപ്പെടുകയാണ് സ്വരാജ് റൗണ്ടിലേക്ക്. കളർഫുൾ ആയ പുലികൾ, പുള്ളിപ്പുലികൾ, വരയൻ പുലികൾ, കരിമ്പുലികൾ, വെള്ളപ്പുലികൾ, പെൺപുലികൾ, മുപ്പുലികൾ എല്ലാം റെഡിയാണ്. സ്വരാജ് റൗണ്ടിലേക്കുള്ള പുറപ്പെടൽ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൂറസന്റ് പുലി വരെ ഇത്തവണ ഇറക്കുന്നുണ്ട് വിയ്യൂർ ദേശക്കാര്.